കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 27 ഏലയ്ക്ക, അപ്പോൾ ഇതൊരെണ്ണം പൊട്ടിയതാണ്, ഇത് മാറ്റണം നമുക്ക്. പൊട്ടിയ ഏലയ്ക്ക നമ്മൾ ഉപയോഗിക്കില്ല, അപ്പോൾ പൊട്ടാത്ത ഏലയ്ക്ക നമ്മൾ എടുത്ത് വെച്ചിട്ട് ഞാനകത്ത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് ശുദ്ധീകരിക്കാനായിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിക്ക് ഒരു മാല കോർക്കാനായിട്ടാണ്. അപ്പം ഞാൻ ഓരോന്നും പൊട്ടാത്ത ഏലയ്ക്ക നോക്കി ഇടുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിയ ഏലയ്ക്ക നമുക്ക് വേണ്ട, ഞാൻ മൊത്തം ഇടാം. ഏലയ്ക്ക ഇവിടെ കുറേ നേരമായിട്ട് ഒരു 1-2 മണിക്കൂറായിട്ട് കുതിർന്നിരിക്കുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ ഒന്ന് നടുക്ക് കൂടെ സൂചിയിട്ട് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുവാണ് കേട്ടോ. അപ്പം നല്ല ഈസി ആയിട്ട് നമ്മുടെ സൂചി കയറിപ്പോവും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എന്താ പറയുക ഇത് കോർത്തെടുക്കാനായിട്ട്. അതിനാണ് പിന്നെ നമ്മളൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ചെയ്ത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നൂല് ഇതേ മഞ്ഞ കളർ നൂലാണ്. അപ്പം നിങ്ങളുടെ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ദേ ഒന്ന് മൊത്തം ഒന്ന് എന്താ പറയുക ഒന്ന് കോർക്കട്ടെ. ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമായി. അപ്പം ഞാൻ മഹാലക്ഷ്മിക്ക് ഇന്ന് ഒരു ഏലക്കമാല കെട്ടിയിട്ട് വിളക്ക് കത്തിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാവേ. അതായത് നമ്മുടെ ഏലക്കമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് മഹാലക്ഷ്മിക്ക് ഇട്ട് കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ മഹാലക്ഷ്മി. അപ്പം ഞാൻ മഹാലക്ഷ്മിക്ക് നമ്മുടെ ഏലക്കമാല ഓക്കെ. അപ്പം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫുള്ള് ഉണ്ട് കേട്ടോ. നമുക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് നമ്മൾ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മാല ഇട്ട് കൊടുക്കുന്നത്.